ഡീസൽ വണ്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡീസൽ വണ്ടിക്ക് ഡീസൽ മാത്രം അടിച്ചാൽ പോരാ. ഇപ്പോൾ ആഡ് ബ്ലൂ അഥവാ DEF, അതായത് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഒഴിക്കണം. അതായത് 10,000 കിലോമീറ്ററോളം നമ്മൾ ഡീസൽ അടിച്ച് കൊടുക്കുമ്പോൾ ഒരു ഫുൾ ടാങ്ക് അടിക്കുന്നതാണ് ഓണേഴ്സ് മാനുവൽ പറയും, വ്യക്തമായിട്ട് പറയും. എന്നായാലും ഒരു 1,000-1,500 രൂപ ചിലവ് വരും. പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വെരി കോസ്റ്റ്ലി ടു സാപ്പ് സൂം. ഇത് 3 മോഡുകളാണ്. സിപ്പ് എന്ന് പറയുമ്പോൾ നോർമൽ അല്ല, ഈക്കോ ഉണ്ടോ, സാപ്പ് നോർമൽ, സൂം എന്ന് പറയുന്നത് സ്പോർട്സ്. അവർക്ക് സിമ്പിളായിട്ട് ആ 3 പേര് കൊടുത്താൽ മതി. പക്ഷേ കുറച്ച് ഫാൻസി ആക്കിയിട്ട് രസമുണ്ട്. ഞാൻ സിപ്പ് മോഡിട്ട് ഓടിക്കണേ. ഈ XUV 700 7XO എന്ന പേര് മാറ്റിയപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് അത് പെട്രോൾ തന്നെയാണ്. ഏറെക്കുറെ 200 PS പവർ ആ പെട്രോൾ വണ്ടിക്ക് ഉണ്ട്, 198 bhp. പക്ഷേ ഈ വണ്ടിക്ക് ടോർക്ക് കൂടുതല. ഇത് ഡീസൽ 2.2 ലിറ്ററാണ്. ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് 184 bhp ആണ്. പിന്നെ പവർ എന്ന് പറയുന്നത് 450 Nm. അപ്പോൾ നമ്മൾ കാല് കൊടുത്താലേ ഞാൻ ഈക്കോ മോഡിലാണ് പോകണുണ്ടോ വണ്ടി കയറി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ എൻജിനും ഈ ഗിയർ ബോക്സും അല്ല. കാരണം അത് ഓൾറെഡി 700 ഉണ്ടായിരുന്നു. പക്ഷേ 7XO ആയപ്പോൾ ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾക്കപ്പുറം അഡാസ് ലെവൽ 2 അവർ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ റഡാറിൻ്റെ റേഞ്ച് ഒരിത്തിരി കൂട്ടി, ക്യാമറയുടെ വിഡ്ത്ത് ഒരിത്തിരി കൂട്ടി. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റഡാറും അല്ലെങ്കിൽ ക്യാമറയും കൂടിയിട്ടുള്ള ഒരു അഡാസ് ലെവൽ 2 വന്നു എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഏറ്റവും പുതിയ പ്രത്യേകതയായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓടിക്കാനായിട്ടേ നമ്മൾ ചാപ്രികൾ എന്ന് പറയുന്ന ആളുകളെ ചാപ്രികൾ എന്ന് വിളിക്കുന്നതിലേക്ക് വലിയ എന്താ പറയുക യോജിപ്പില്ല. കാരണം ഒരു സാധാരണക്കാരൻ വണ്ടി വാങ്ങുമ്പോൾ ആ വണ്ടി ചാപ്രിയ എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ പൊളിറ്റിക്കലി ഇത് കറക്റ്റല്ലെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ലോജിക്കല്ല. ഓക്കെ, കാരണം ആർക്കും ഏത് വണ്ടി വാങ്ങാം. വണ്ടി വാങ്ങാമെന്ന് പറയുന്നത് ഒരു മിഷനാണ്, അല്ലെങ്കിൽ വണ്ടി വാങ്ങാമെന്ന് പറയുന്നത് ഒരു ആഗ്രഹമാണ്, ഒരു ആഗ്രഹ പൂർത്തീകരണമാണ്. ആർക്കും എന്തും വാങ്ങാം. അങ്ങനെ ഒരു വണ്ടി വാങ്ങിയോണ്ട് ആ വണ്ടി ചാപ്രിയാവില്ല, വണ്ടി വാങ്ങിയ ആൾ ചാപ്രിയാവില്ല. പക്ഷേ ചാപ്രിതരം കാണിക്കുന്ന ഏതൊരുത്തരും ചാപ്രിയാണ്, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിൽ വെള്ളം കുടിക്കാനായിട്ട്, അല്ലെങ്കിൽ തിരിഞ്ഞിരുന്ന് വണ്ടി ഓടിക്കാനായിട്ട്, ഗെയിം കളിക്കാനായിട്ട്, അതല്ലെങ്കിൽ ഷീറ്റ് കളിക്കാനായിട്ട്, അങ്ങനെ പല കാര്യങ്ങളും ഇവർ അഡാസ് ലെവൽ 2 വെച്ചിട്ട് XUV 700 കാണിച്ചു കണ്ടിട്ടുണ്ട്. അത് കുറച്ചും കൂടി ആധികാരികമായിട്ട് ഒന്നുകൂടി ഇത്തിരി കൂടി വൃത്തിയായിട്ട് കാണിക്കാൻ പറ്റിയ വണ്ടി എന്നാണ് 7XO പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ കാണിക്കരുത്, നിയമവിരുദ്ധമാണ്. ആ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവനൊക്കെ അപകടം. എന്തായാലും ചില വണ്ടികളെ നമ്മൾ വന്നിറങ്ങുമ്പോൾ തന്നെ ഓടിക്കാറുണ്ട്. അത് നമ്മുടെ കൈ കിട്ടും, നമുക്ക് ഓടിക്കാനുള്ള അവസരം ഉണ്ടാവും. പക്ഷേ ചില വണ്ടികൾ നമ്മളങ്ങനെ ഓടിക്കാതെ വിട്ടുപോകാറുണ്ട്. പക്ഷേ ചില സുഹൃത്തുക്കൾ നമുക്കത് ഓടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി തരും. കാരണം അവർക്ക് ആ വണ്ടി വാങ്ങേണ്ടി വരും. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യടാ, ഒന്ന് വീഡിയോ ചെയ്യടാ, അല്ലെങ്കിൽ ഒന്ന് വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നിർബന്ധിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന് പറയാം. ഇത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ 7 സീറ്റർ ഡീസൽ പെട്രോൾ വണ്ടിയെക്കുറിച്ചാണ്. പുതിയത് പറയാൻ പറ്റില്ല, ഒരു ചോറൂണിൽ കഴിഞ്ഞിട്ട്, ചോറൂണിലല്ല പറയാം, പേരുകൾ കഴിഞ്ഞിട്ട്, അതായത് പഴയ പേര് മാറ്റി പുതിയ പേരാക്കി അതിൽ കുറച്ച് മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങളും ആ വണ്ടിക്ക് ഇപ്പോൾ എന്താണ് പ്രത്യേകത എന്നുള്ളതും പറയാം. ഏറെക്കുറെ 24,11,000 രൂപ എക്സ്ഷോറൂം പ്രൈസിലുള്ള വണ്ടി ആട്ടത്. ആ വണ്ടി ഏതാണെന്നറിയോ? ഇതേ കിടക്കുന്നു. അതെ, XUV 7XO, അതായത് പഴയ 700. ഈ കീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെ, മഹീന്ദ്രയുടെ ഇലക്ട്രിക് വണ്ടികളിൽ വന്നിട്ടുള്ള കീ തന്നെയാണ്. അതിപ്പോൾ 7XOയിലേക്കും വന്നു എന്നുള്ളതാണ്. കണ്ടോ, ഇതാണ് ആ കീ. ഈ വണ്ടിയുടെ മുൻവശത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ആ ഒരു ഡ്യുവൽ LED ഹെഡ്ലാംപ്സും LED പ്രൊജക്ടർ ഹെഡ്ലാംപ്സും അതിൻ്റെ ഷേപ്പുള്ള DRലും വലിയ ഗ്രില്ലും ബാറ്റ്മാൻ്റെ പോലുള്ള മഹീന്ദ്ര ലോഗോയും താഴെ കാണുന്ന ആഫ്റ്റർ തൊട്ട് പോലെ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് വെച്ച പോലെ വെച്ചിട്ടുള്ള 2 ക്യൂബിക് ആയിട്ടുള്ള ആ 2 ഫോഗ് ലാമ്പുകളൊക്കെ ഇതിൻ്റെ പ്രത്യേകതയായിട്ട് പറയാം. പിന്നെ ഈ വണ്ടി ഡീസലാണോ പെട്രോളാണോ എഞ്ചിൻ നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഇത് പെട്രോളാണോ ഡീസലാണോ പറയൂ. ഈ വണ്ടിക്ക് 4 സിലിണ്ടർ ഉണ്ട് കേട്ടോ. ഇത് ഡീസലാണ്. ഇതിന് ബോണറ്റ് സ്ട്രട്ടുകളില്ല. വശങ്ങളിലെ മാറ്റത്തെ ലളിതവൽക്കരിച്ച് പറഞ്ഞാൽ അത് വീലുകളാണ്. 19 ഇഞ്ച് വീലുകളാണ്. ഓക്കെ, ക്ലാഡിങ്ങിനെല്ലാം ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ 19 ഇഞ്ച് എന്ന് പറയുമ്പോൾ ടയർ സൈസ് എന്ന് പറയുന്നത് 295 55 R19. പിന്നിൽ XUV 7XO പേരിട്ടു, ആ പേര് തന്നെ. കണക്റ്റഡ് ലൈറ്റ് അല്ല, 2 ലൈറ്റിൻ്റെ ഇടയിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. ബാക്കി മാറ്റങ്ങൾ പറയാനില്ല. ആ ലൈറ്റിൽ ഹണികോം ഡീറ്റെയിലിംഗ് കൊള്ളാം. AX7L എന്നുള്ള ഒരു വേരിയൻറ്റ് ബാഡ്ജിങ് റൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ബമ്പറിൽ കുറച്ച് റീവർക്ക് നടന്നിട്ടുണ്ട്. ആ DRL പോലുള്ള എലമെൻറ്റുകൾ കാണാം. പക്ഷേ ഇന്നും ഈ വണ്ടിക്ക് പവർ ടെയിൽ ഗേറ്റ് അല്ല എന്ന് പറഞ്ഞാലോ, നമ്മൾ തന്നെ പൊക്കണം. മനസ്സിലല്ലേ? ക്യാപ്റ്റൻ രാജു പറഞ്ഞ പോലെ എല്ലാവരും പോകുമ്പോൾ നമ്മൾ തന്നെ എടുത്ത് കഴുകി വെക്കണം. 3rd റോ സീറ്റുകളുണ്ട്. സീറ്റ് മറിച്ചിട്ടാലേ ആ ഒരു ലഗേജ് സ്പേസ് ഉണ്ട് എന്ന് പറയാനുള്ളൂ. പക്ഷേ സബ് വൂഫറും കാര്യങ്ങളൊക്കെ കാണാം. സൗണ്ട് സിസ്റ്റം നല്ലതാണ്.
ഫൺ ഫാക്റ്റ്, ഇതിൻ്റെ ബാക്കിലെ ആ ഒരു ഹാച്ചില്ലേ, അല്ലെങ്കിൽ ഫൺ ഫാക്റ്റ്, ഇതിൻ്റെ ബാക്കിലെ ഹാച്ചില്ലേ, ആ ഡോർ എന്ന് പറയുന്നത് ഇരുമ്പല്ല, മെറ്റലല്ല. ഓക്കെ, അറിയാലേ, അത് പണ്ട് പോലെ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ഒന്നുകൂടി പറഞ്ഞോളൂ. ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയാണ്. ഓക്കെ, ഇതിന് നല്ല റൈഡ് ക്വാളിറ്റി ഉണ്ട് പീരീഡ്. അതിന് കാരണമായിട്ട് പറയുന്നത് ഡാവിഞ്ചി ഡാമ്പേഴ്സ് വന്നു എന്നതാണ്. ഡാവിഞ്ചി ഡാമ്പേഴ്സ് എന്ന് പറയുമ്പോൾ FDD, അതായത് ഫ്രീക്വൻസി സെലക്റ്റഡ് ഡാമ്പേഴ്സ് അഥവാ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സംഗതിന് അഡ്വാൻസ്ഡ് വേർഷൻ, ഒരു ചീപ്പറായിട്ടുള്ള അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് എന്നും പറയാം. കുറച്ച് ലെയറൊക്കെ കൂട്ടി ആ ഹൈഡ്രോളിക് സിസ്റ്റം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരിത്തിരി കൂടി വണ്ടി കംഫർട്ടബിൾ ആയി എന്നുള്ളതാണ്. കംഫർട്ടബിൾ ആയി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ റംബിൾ സ്ട്രിപ്പിൽ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ പാളത്തിൻ്റെ ജോയിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹമ്പുകളാണെങ്കിലും ഒന്നും വണ്ടി അറിയാതെ ഭയങ്കര കുഷനായിട്ട് ഇങ്ങനെ ചാടി പോകുന്നൊരു സുഖം ഈ വണ്ടിക്കുണ്ട്. അത് നല്ല കാര്യമാണ്. എന്നാൽ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യമായിട്ട് അത് ബാധിച്ചിട്ടില്ല. അതായത് വലിയ സോഫ്റ്റ് ആകുമ്പോൾ ഹാൻഡ്ലിങ്ങിനെ ബാധിക്കുന്ന പറയില്ലേ, ഇല്ല, ഈ വണ്ടി അത്യാവശ്യം നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒക്കെ ഒരു ഇത്തിരി ബോഡി റോളൊക്കെ നമുക്ക് തോന്നി. ഈ ബോഡി റോൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അതൊരു മാരകമായിട്ടുള്ളൊരു ബോഡി റോളായിട്ടല്ല ഞാൻ പറയുന്നത്. സ്റ്റിൽ ബോഡി റോൾ ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, ഇതൊരു മോണോക്കോക്കാണ്. മഹീന്ദ്ര ആദ്യം മോണോക്കോക്ക് വണ്ടി എന്ന് പറയുന്നത് 500 ആയിരുന്നു. അത് നമ്മൾ 500 എന്ന് പറയാറുണ്ട്. 5X എന്തുകൊണ്ട് വന്നില്ല, 7X വന്നു, 3X വന്നു, ഒക്കെ X ആയി. ഓക്കെ, ഇതിൻ്റെ 9S നമ്മൾ ഓടിച്ചു. 9S എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് ഓടിക്കാൻ നല്ല രസമായിരുന്നു. അത് EV ആണ്, അത് റേഞ്ച് ഉണ്ട്, പവർഫുൾ ആണ്. ഓക്കെ, അത് ഈ ഒരു ഡീസൽ പെട്രോൾ മോഡലിലേക്ക് വരുമ്പോഴേ ഇതാണ് കുറച്ചുകൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക. നമുക്കൊന്നുകൂടി ഓടിക്കാനായിട്ട് ഇഷ്ടം തോന്നുന്ന വണ്ടികളിലൊന്നെന്ന് പറയുന്നത് പെട്രോൾ ഡീസലാണല്ലോ. ആസ് ഓഫ് നൗ ഇലക്ട്രിക് ഓടിക്കുന്ന ആൾക്കാരോട് ഒരിക്കലും ഒഫൻസീവ് അല്ല കേട്ടോ. നമ്മൾ പറയുന്നത് എന്തൂസിയാസ്റ്റുകൾ, നിങ്ങൾ പറയുമ്പോൾ സോ കോൾഡ് എന്തൂസിയാസ്റ്റുകൾ. ഓക്കെ, ഇതിന് പാഡ് ഷിഫ്റ്റേഴ്സ് ഇല്ല. 9Sന് പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് പാഡ് ഷിഫ്റ്റേഴ്സ് വേണ്ടതായിരുന്നു. കാരണം ഇതിൻ്റെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് കൺവെർട്ടർ എന്ന് പറയുന്നത് നമുക്ക് ചില സമയത്തെങ്കിലും ചവിട്ടുമ്പോൾ ഒത്തിരി ഒരു റെസ്പോൺസ് തരാത്തൊരു ഫീൽ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡൗൺ ചെയ്ത് കയറി പോകാനായിരുന്നെങ്കിൽ ഒരു പാഡ് ഷിഫ്റ്റർ വേണമെന്ന ഒരു കാര്യം എനിക്കുണ്ട്. പിന്നെ റൈഡ് ക്വാളിറ്റി കൂടി എന്ന് പറയില്ലേ, റൈഡ് ക്വാളിറ്റി കൂടി എന്ന് പറയുമ്പോൾ വീലിൻ്റെ സൈസ് കൂടി എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ഒരു കോൺട്രാക്ട് ഉണ്ട്. ഇത് 19 ഇഞ്ച് വീലായിട്ട് 19 ഇഞ്ച് വീലാണ്. ഇതിൻ്റെ വശങ്ങളിൽ നോക്കി നമുക്ക് ആകെ കാണാൻ പറ്റുന്ന മാറ്റം എന്ന് പറയുന്നത്. എന്നാലും ആ ഒരു വീലും ആ ഒരു ടയറും ഒക്കെ വന്നെങ്കിൽ കൂടിയും ഈ ഡാവിഞ്ചി ഡാമ്പേഴ്സ് എന്ന് വിളിക്കുന്ന ഈ ഒരു ഡാമ്പർ ഉണ്ടല്ലോ, ആ ഡാമ്പർ വെച്ചിട്ട് ഇതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റി നന്നാക്കിയുണ്ട്. നമുക്കത് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ ഗുണമാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ ആ ഒരു കോൺട്രാക്ടറായിട്ട് ചില കാര്യങ്ങളെ മെക്കാനിക്കലി ചലഞ്ച് ചെയ്യാൻ പറയില്ലേ, അത് മഹീന്ദ്ര ഈ വണ്ടി കൊണ്ട് ചെയ്തിട്ടുണ്ട്. 18 ഇഞ്ച് വീലിൽ റൈഡ് ക്വാളിറ്റി ഉണ്ടാവും, 19 ഇഞ്ച് ഉണ്ടാവില്ല പറയില്ലേ. ഇത് നേരെ തിരിച്ചാണ്, 19 ഇഞ്ചിലും റൈഡ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ മക്ഫേഴ്സൺ ഇട്ട് തന്നെയാണ്. ഒക്കെ മോണോക്കോക്ക് ബോഡിയാണ്. ഇതിനകത്ത് ആ ഒരു ഉപയോഗിച്ചും ഡബിൾ വിഷ് ബോണല്ല. പിന്നിലത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഹസ്ബൻഡ് ആണ്ട് ആ ഒരു വീലിലും നമുക്കറിയാവുന്ന ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. ഓക്കെ, ഇതിന് ഓൾ വീൽ ഡ്രൈവും പെട്രോളും ഡീസലും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ പവർ ട്രെയിൻസ് ഇപ്പോൾ 9S കൂടി കൂട്ടി കഴിഞ്ഞാൽ ഇലക്ട്രിക് കൂടി ഉണ്ടെന്ന് പറയാം. ഇതിൻ്റെ സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. നല്ല നമുക്കൊരു ഫീഡ്ബാക്ക് ഒക്കെ തരുന്ന സ്റ്റിയറിംഗ് ആണ്. ഇതിന് ഒരു മോട്ടർ കൂടി ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്റ്റിയറിംഗിൻ്റെ ഒരു 2 സ്പോക്ക് എന്ന് പറയുന്നത് ഇതിപ്പോൾ പല വണ്ടികളും 2 സ്പോക്ക് സ്റ്റിയറിംഗിലേക്ക് മാറി. ടാറ്റ മോട്ടോഴ്സ് മാറി, മഹീന്ദ്ര മാറി. ഈ 2 സ്പോക്ക് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് പിടിക്കാനും അല്ലെങ്കിൽ ഇതിനെ യൂസ് ചെയ്യാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ 3 സ്ക്രീനിൽ ആ അറ്റത്ത് കാണുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, അതിന് പ്രൈവസി സ്ക്രീൻ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓഡിയോ സെറ്റിംഗ്സും ആ ഒരു ഫൺ ആൻഡ് വർക്കൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറ കാണുന്നുണ്ടാവും. ഇതിന് ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ ഇല്ല. ഈ ഫ്രണ്ടിലേ ആ 31.24 ഇഞ്ച് 3 സ്ക്രീൻ കമ്പൈൻഡ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രസമുണ്ടോ? ഈ സ്റ്റിയറിങ്ങിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, ഇത് 2 സ്പോക്കാണ്. ഓക്കെ, AC വെൻ്റൊക്കെ പഴയ വണ്ട ചായ ഉണ്ട്. ഡാഷ്ബോർഡിൻ്റെ മുകളിൽ നമുക്ക് നല്ല ഭംഗിയാണെന്ന് തോന്നുന്നത്. ഇനി ഇവിടെ ഒരു ഹർമൻ കാർഡിൻ്റെ എംബ്ലോളുള്ള ട്യൂട്ടറാണ്. സീറ്റ് കൺട്രോൾസ് ആണ്, മെമ്മറി സീറ്റ്സ് ഉണ്ട്. ഇതാണ് സ്വിച്ചുകൾ എന്ന് പറയുന്നത്. ഈ സ്വിച്ചുകളൊക്കെ കാണില്ലേ, ഈ സ്വിച്ചുകൾ നമ്മളിപ്പോൾ ടാറ്റ പഞ്ചിലും കണ്ടു. ഈ ഒരു സ്റ്റൈലിലേക്ക് വരുന്നതുകൊണ്ട് ലോക്ക് അൺലോക്കാണ്. ഇവിടെ ഓൾറെഡി ചലയായി കണ്ടോ, ഞാൻ പറഞ്ഞത് ഓൾറെഡി ചലയായിട്ടുണ്ട്. 3 കളറുണ്ട്. ഈ ലംബർ സപ്പോർട്ട് അഡ്ജസ്റ്റുള്ള ഈ ഒരു റോട്ടറി ഡയൽ കണ്ടില്ലേ, ഓൾഡ് സ്കൂളിനോ. ഹിൽ കൺട്രോൾ ഉണ്ട്, ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഈ സ്വിച്ചുകളൊന്നും മാറിയിട്ടില്ല. ഇവിടെ ഒരു പാനലാണ്, ഭംഗിയുണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ കാണാം. ഓക്കെ, ടാറ്റ പോലെ നമ്മൾ കൈ വനിക്കണ്ടോ? ഇല്ല. ഈ ഇലക്ട്രിക് ബോസ് മോഡ്, അതായത് നമുക്ക് മുന്നോട്ടും പിന്നോട്ടും ഒക്കെ ഒരു മോഡ് ഉണ്ടല്ലോ, സ്വിച്ചുകളാണ്. വലിയ ആംബ്രസ്റ്റാണ്. ഈ ആംബ്രസ്റ്റ് കണ്ടോ, കപ്പ് ഹോൾഡറുകൾ, റോട്ടറി ഡയൽ. ഇതാണ് ആ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർബോക്സ്. 6 സ്പീഡ് ഓട്ടോമാറ്റിക്, മാനുവലുണ്ട്. ഇവിടെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് കാണാം. ഇതാണ് ആ ഒരു റോട്ടറി ഡയൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു വലിയ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗ് തുറന്ന് കഴിയുമ്പോൾ വയർലെസ് ചാർജിങ്ങും 65 വോൾട്ടിൻ്റെ C പോർട്ടും ആ ഒരു A പോർട്ടും കാണാം. ഓക്കെ, ഇതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. കം ഓൺ ബേബി. ഡിസ്ക്ലെയിമർ: ഡ്രൈവർ ഈസ് റെസ്പോൺസിബിൾ ഫോർ സേഫ് വെഹിക്കിൾ ഓപ്പറേഷൻ. അറിയാം, ബ്രേക്കുകൾ 4 വീലും ഡിസ്ക് ബ്രേക്കാണ്. അത് ഒരു നല്ല കാര്യമായിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് ഒരു വണ്ടിയുടെ ഒരു ബേസ് മോഡൽ മുതൽ അങ്ങോട്ട് എല്ലാ മോഡലിലും ഈ ട്രിപ്പിൾ സ്ക്രീൻ 32.6 cm തോന്നുന്നു. അതെ, ആ ഒരു ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് ഉണ്ട് എന്നുള്ളത് ഗുണമായിട്ട് കാണാം. ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിൻ്റെ ആ ഒരു പോയിന്റ്സ് ഒക്കെ എനിക്ക് ഇതിനുകൂടി ഓടിക്കാൻ രസമായിട്ട് തോന്നിയത് ഈ സാപ്പിലാണ്. അത് നോർമൽ മോഡലാണ്. സൂമിൽ കുറച്ചും കൂടി കൂടുതൽ ഞാൻ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ എഞ്ചിൻ്റെ ഓട്ടം നമുക്ക് ഭയങ്കരമായിട്ട് കേൾക്കും. സാപ്പിൽ അത് വെൽ ഒപ്റ്റിമൈസ്ഡ് ആണെന്ന് തോന്നി. അതായത് നമുക്ക് ആവശ്യം പോലെ ഒരു
2200 RPM ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് പഴയ MG ഹെക്ടറിൽ കണ്ട പോലെ ഇങ്ങനെ മുകളിലേക്കാണ് പോകുന്നത് കേട്ടോ. ആ ഒരു സൂചികൾ എന്ന് പറയുന്നത് ഇങ്ങനെ തിരിച്ചല്ല, ഇങ്ങനെ പോകുന്നത്. ഈ ക്ലസ്റ്ററിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാവിഗേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെനു എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പോയിട്ട് വെഹിക്കിൾ ഇൻഫോ ആണെങ്കിൽ നമുക്ക് വെഹിക്കിൾ ഇൻഫോയുടെ ആ ഒരു സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ, അതായത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റോൾ ആൻഡ് പിച്ച് കാര്യങ്ങളൊക്കെ കാണിക്കും. അതായത് SUV പോലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ DEF ലെവൽ ഇൻഡിക്കേഷൻ, ഇതിനെക്കുറിച്ച് വണ്ടി ഓടിക്കുമ്പോൾ പറയട്ടെ, കുറച്ചധികം പറയാനുണ്ട്. ഓക്കെ, ഈ DEF ലെവൽ 3 വട്ടമാണ് അതിൻ്റെ വാണിംഗ് കാണിക്കുക. ആദ്യം വാണിംഗ്, പിന്നെ ഒരു ഇത്തിരി കൂടി വലിയ വാണിംഗ്, പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവാതാവും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മെനുവിൽ നമുക്ക് കാണിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നാവിഗേഷനാണ്. ഈ നാവിഗേഷൻ കണ്ടോ, ഈ നാവിഗേഷൻ എന്ന് പറയുന്നത് ഫുൾ സ്ക്രീനിൽ നമുക്ക് നാവിഗേഷൻ കാണാൻ പറ്റും. അതായത് നമ്മുടെ കണ്ണെടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ നാവിഗേഷൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് സ്പീഡൊക്കെ താഴ്ത്ത കാണിക്കുക, ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ താഴ്ത്ത് കാണിക്കും, നല്ല കാര്യം. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി കണ്ടത്, വെഹിക്കിൾ എന്നുള്ള ഒരു ഓപ്ഷനിൽ ഡ്രൈവർ ഒരു കാര്യമാണ്. ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ ഒഡാസ് ലെവൽ ഫംഗ്ഷനാലിറ്റി കാണിക്കുമ്പോഴേ അപ്പോഴും താഴത്താണ് കിലോമീറ്റർ കാണിക്കുക. ആ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ നോക്കി ആ ഒരു സംഗതി നോക്കി റഡാർ എടുത്തിട്ട് ഒരു ചേച്ചിയപ്പുറം പോകും, പോയില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ 3 സ്ക്രീനാണുള്ളത്. ആ സ്ക്രീനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഈ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റെസ്പോൺസീവാണ്, ഇൻഡ്യൂറ്റീവാണ്. ഇത് എനിക്ക് കൊള്ളാൻ തോന്നുന്നത്, കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കേ. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയ്ക്ക് ഒരിക്കലും ഒരു മറവില്ല എന്നുള്ളതാണ്. ഈ മിററിൽ ഫ്രെയിംലെസ് ആണ് ഈ മിറർ, അത് കാണാൻ ഭംഗിയുണ്ട്. പിന്നെ അതെ ഇവിടെ ഉണ്ടോ ഒരു മിറർ കൊടുക്കുന്നുണ്ട്, മിററും ലൈറ്റും ഉണ്ട്. അത് ഡ്രൈവർക്ക് മാത്രമല്ല, ആ ഒരു പാസഞ്ചറിന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ സ്പീക്കർ താറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത്. സൺറൂഫിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ആ ഒരു മിറർ വയ്ക്കാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. ഓക്കെ, അപ്പോൾ 360 കുറച്ചും കൂടി കൂട്ടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറ എന്ന് പറയുന്നത് അത് നല്ല കാര്യമായിട്ട് തോന്നി. ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് 540 ഡിഗ്രി ക്യാമറയാണ്. ഫ്രണ്ട് വ്യൂ, റിയർ വ്യൂ, കോർണർ വ്യൂ, 3D വ്യൂ. ഓക്കെ, 3D വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 3D എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 3D നമുക്ക് ഒരു ബൂട്ട് ഞാൻ അടച്ചിട്ടുണ്ട്, എന്നിട്ടും ഓപ്പൺ ആയിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ബൂട്ട് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, വാട്ട് ഇവിടെ പാർക്ക് മോഡ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ അതിൻ്റെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഓരോന്ന് പറയുന്നത് എടുത്ത് നോക്കിയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ആ ഒരു വണ്ടിയുടെ വലിപ്പം കാണാനൊക്കെ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. ടെയിൽ ഗേറ്റ് ഡോർ ഓപ്പൺ അങ്ങനെ അടക്കേണ്ടി വരുമ്പോൾ ഈ ടച്ച് സ്ക്രീൻ ഉണ്ടല്ലോ, ഈ ടച്ച് സ്ക്രീൻ കുറച്ച് പ്രശ്നമാണ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വന്നാൽ തന്നെ ഓണാവുള്ളത്. ആദ്യം ഉപയോഗം നമുക്ക് അറിയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു തപ്പൽ വരാം. പക്ഷേ ആ ഒരു പ്രസ് ചെയ്യുമ്പോൾ അത് മാറുന്നുണ്ട്, രസമായിട്ട് മാറുന്നുണ്ട്, ബുദ്ധിമുട്ടില്ല. നമ്മളൊന്നുകൂടി പ്രസ് ചെയ്ത് പോകാൻ പറ്റും. ആ ഒരു ഹാപ്റ്റിക് ഫീൽ വരുത്താൻ കുറച്ച് പാടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്യാമറ കാര്യം കേട്ടോ, ഹാപ്റ്റിക് ഫീൽ വന്നാലേ അത് ഓപ്പൺ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീനാണ്. ഈ സ്ക്രീനകത്ത് നാവിഗേഷൻ ഉണ്ടെന്നുള്ള ഗുണമായിട്ട് കാണാം, ആപ്ലിക്കേഷൻസ്, ഫൺ വർക്ക്. ഓക്കെ, അപ്പോൾ നല്ലൊരു സ്ക്രീനാണ്. സ്ക്രീനിനകത്ത് ഷോർട്ട് കട്ടുകളും അല്ലെങ്കിൽ മുകളും താഴേക്കൊക്കെ നമുക്ക് ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. റോഡ് സൈഡ് വാലേ മോഡ്, നോട്ടിഫിക്കേഷൻ, വീഡിയോ, ആപ്പിൾ കാർ, ആൻഡ്രോയിഡ് ഓട്ടോ. ഓക്കെ, ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ലേഔട്ടൊക്കെ നമുക്കറിയാം, നമ്മൾ കണ്ട് പരിചയത്തിലെ ലേഔട്ടാണ്. അതിനകത്തൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല. പെർഫോമൻസിനകത്ത് കണ്ട ആ ഒരു ഗേജുകൾ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മളിത് ഓഫ് റോഡ് ചെയ്യില്ലേ വണ്ടി, കാരണം അത് ഓഫ് റോഡർ അല്ല എന്നുള്ളതുകൊണ്ടാണ്. എന്നാലും ടേണിംഗ് റേഡിയസ് നമുക്ക് കയ്യിൽ നിൽക്കുന്ന തരത്തിലാണ്, പെട്ടെന്ന് തന്നെ തിരിച്ചെടുത്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ G-ഫോഴ്സ് മീറ്റർ കാണുന്നുണ്ട്, G-ഫോഴ്സ് എങ്ങോട്ടാണ് പോകുന്നുള്ളത്. എഞ്ചിൻ പെർഫോമൻസ്, പവർ ടോർക്ക് മീറ്ററുകൾ മാരുതി കണ്ടു ഇപ്പോൾ ഈ വണ്ടിക്ക് കാണാം. കൂടെ ലാപ്പ് ടൈമറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഒരു സ്ക്രീനിൻ്റെ റെസ്പോൺസിവ്നെസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പഴയ 700 നമ്മൾ കണ്ടുള്ള സ്ക്രീനിൽ ഒത്തിരി ലാഗ് നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്. ഇതിനകത്ത് വലിയ ലാഗ് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു റോട്ടറി ഡയൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡയലിൽ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴേ ആംറസ്റ്റ് കൈ വെച്ചിട്ട് ഈ ഡയലിൽ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് എനിക്ക് കുറച്ചുകൂടി ഒരു നല്ല കാര്യമായിട്ടും ഈസിയായിട്ടും തോന്നിയത്. കാരണം ഇപ്പോൾ നമുക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ല. പാട്ടൊക്കെ പാടണം, പ്ലേ പോസ് ഓപ്ഷനൊക്കെ കാണാണ്ട് FM-ൽ. സാധാരണ ചില വണ്ടികളിൽ നമുക്ക് FM-ൽ ആ ഒരു പ്ലേയും പോസൊന്നും കാണില്ല, നമ്മൾ എടുക്കുന്നത് അപ്പോൾ തന്നെ ഓണായിട്ട് വരും. എന്തായാലും ഇത് ഓടിക്കാൻ രസമുണ്ടെന്നുള്ള പറയാനുള്ളത്. ഇതിൻ്റെ ഒരു 3ാമത്തെ മോഡായിട്ടുള്ള ആ ഒരു സൂമിൽ കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ ആ ഒരു അലർച്ച, അത് എഞ്ചിൻ്റെ ഒരു അലർച്ച നമുക്ക് കേൾക്കാം. പക്ഷേ അതത്ര അനോയിങ് ഒന്നുമല്ല, രസമാണ്. ആ ഒരു ഡീസലിൻ്റെ ഗ്രോളായിട്ട് കേൾക്കാൻ പറ്റുക. അപ്പോൾ 150ൻ്റെ മുകളിലുള്ള എല്ലാ BHP പവറുള്ള വണ്ടികൾ ഓടിക്കാൻ രസമാണല്ലോ. ഇത് 2.2 ആണ്, പെട്രോൾ 2 ലിറ്ററാണ്. ഓക്കെ, ഈ ഒരു ഡീസലിൻ്റെ കൂടെ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഇത്തിരി ഓഫ് റോഡൊക്കെ ചെയ്യാവുന്ന നിലയ്ക്കാണ് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവരിതിൻ്റെ ഡിസൈനിൽ വരുത്തിയ മാറ്റങ്ങളിൽ ഒത്തിരി ബിസി ആക്കിയിട്ടുണ്ടോ തോന്നിയത് ഫ്രണ്ടിൽ മാത്രമാണ്. വശങ്ങളിൽ അങ്ങനെ പ്രശ്നമില്ല. ബാക്കിലും വലിയ കുഴപ്പമില്ല. ബാക്കിൽ 7S അല്ലല്ലോ, ബാക്കിൽ 9S പോലെ ആക്കിയെന്ന് പറയാൻ പറ്റുക. പിന്നെ ഈ ഹാർമൻ കാർഡിൻ്റെ ആ ഒരു സൗണ്ട് സിസ്റ്റം ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ തരുന്നുണ്ട്. അതൊക്കെ ഗുണമായിട്ട് കാണാം. എനിക്കിതിൻ്റെ ആ ഒരു അപ്പോൾസറി, സീറ്റിൻ്റെ അപ്പോൾസറി ഇല്ലേ, കളേഴ്സ്, അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പെട്ടെന്ന് ചലിയാവാൻ ചാൻസ് കൂടുതലാണ്. കാരണം അതിൻ്റെ കളറേ
ഒരു 700 7X ആയപ്പോൾ വന്ന മാറ്റങ്ങൾ അത്ര കാര്യമായിട്ട് ഒരു വിവരിക്കാനുള്ളതില്ല. എന്നാലും അത്യാവശ്യത്തിന് വേണ്ടുന്ന മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളൊക്കെ എവിഡൻ്റ് ആണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സ്ക്രീനുകളാണെങ്കിലും നമ്മുടെ കാഴ്ചയെ മറക്കുന്നില്ല. നമ്മൾ ബോണ്ട് കണ്ണോടെ ഓടിക്കുന്നത്, ബോണ്ടിൻ്റെ ബൾജ് നമുക്ക് കാണാം. പിന്നെ കണ്ണാടികൾ അത്യാവശ്യം നല്ല കാഴ്ച തരുന്ന കണ്ണാടികളാണ്. ഇൻറ്റീരിയർ മിററിനകത്ത് ആ ഒരു ഫ്രെയിമില്ലാത്ത നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ മുകളിൽ കൊടുത്ത ഒരു ബ്രൗണിഷ് കളർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം കളർ, ആ കളർ മാത്രമാണ് ഇതിനകത്ത് കുറച്ച് കാലം ചലിയാവാൻ നിൽക്കുള്ളൂ. ബാക്കി വൈറ്റൊക്കെ വേഗം ചലിയാവാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. പിന്നെ AC ഒക്കെ അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് നല്ലതാണ്, റൈഡ് ക്വാളിറ്റി നല്ലതാണ്, എൻ്റെ ഹാൻഡിലിംഗ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രൈവ് മോഡ് എടുത്ത് ഡ്രൈവ് മോഡ് കുറച്ച് സമയം എടുക്കണം കേട്ടോ. കസ്റ്റം വെച്ചു, അല്ലെങ്കിൽ സൂം വെച്ചു. സൂം വെച്ച് കഴിയുമ്പോൾ കാല് കൊടുക്കാണ്. ഈ വണ്ടി സില്ലി സ്പീഡിലെത്തുന്നത് എത്ര പെട്ടെന്നാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അത്ര സ്പീഡിൽ പോകുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാട്ടം ചാട്ടാണേ. ഇത് ഡാവിഞ്ചി ഡാമ്പേഴ്സാണ്. ദാറ്റ് വർക്ക്സ്. അത് കൊള്ളാം. ഇവിടെ കൂടിയുണ്ടേ. നല്ല ക്ലീൻ ലാൻഡിങ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളായിട്ട് പറയാവുന്ന കാര്യമാണ്. ഇനി ഇതിൻ്റെ ചില പോരായ്മകളെ കുറിച്ച് പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഈ സ്റ്റിയറിംഗ് വീലിൽ മെനു അല്ലെങ്കിൽ ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഹോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് യൂസ്ഡ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുള്ളത് ഒരു കാര്യമായിട്ട് കാണാം. പിന്നെ ഈ സ്ക്രീൻ മൊത്തത്തിൽ നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. എല്ലാം ഓഫ് ചെയ്തു, ഇപ്പോൾ ഒന്നും കാണില്ല. ക്ലസ്റ്റർ ഓഫ് ആവുന്നില്ല, മറ്റേ സ്ക്രീൻ ഓഫായി. അപ്പോൾ നമുക്കവിടെ ഒരു സ്ക്രീൻ സേവർ ആയിട്ടുള്ള ടൈം മാത്രം വന്നിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാം. ഇത് നോക്കി അവിടെ കാണാൻ പറ്റും 8:10, ഇവിടെ 8:10. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ നിങ്ങളൊരു വണ്ടി നോക്കുകയാണ്, ഒരു XUV എന്ന് ആളുകൾ SUV വിളിക്കുന്നുണ്ട്. അത് മഹീന്ദ്രയുടെ ഒരു എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസ് ആണ്. എന്തായാലും നിങ്ങളുടെ SUV നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 സീറ്റർ ആണെങ്കിൽ 9Sൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ബാറ്ററിയിലുണ്ട്. തേർഡ് റോയിൽ കുറച്ച് ആ ഒരു ഉയരം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കാലൊന്ന് പൊന്തി വെക്കണം, അപ്പോൾ നല്ല പൊക്കി വേണം. ഇതിനകത്ത് ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ 7X 9Sനേക്കാളും തേർഡ് റോ സീറ്റ് യൂസ്ഫുൾ ആണെന്ന് ഒരു പുതിയ കണ്ടുപിടുത്തല്ല, അത് ഓൾറെഡി അങ്ങനെ തന്നെ ആയിരുന്നു. അതിപ്പോഴും കാണാം. ഈ സീറ്റിൻ്റെ കളറൊക്കെ കണ്ടോ, ഈ കളറിൻ്റെ ഒരു കാര്യമൊക്കെ കണ്ടോ. ഇവിടെ നമുക്ക് AC കൺട്രോൾസും കാണാം, കണ്ടില്ലേ. അപ്പോൾ 7 സീറ്റുള്ള വണ്ടി വേണം. പെട്രോൾ ആണെങ്കിൽ നല്ല പവറായിരിക്കും, പെട്രോളിന് മൈലേജ് ഉണ്ടാവില്ല. പവറുള്ള വണ്ടിക്ക് മൈലേജ് ഉണ്ടാവില്ല, മൈലേജ് വണ്ടിക്ക് പവർ ഉണ്ടാവില്ല എന്നല്ലേ. അപ്പോൾ ഈ ഡീസലും നല്ല ചോയ്സാണ്. പിന്നെ ഡീസലിലെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഇത് പറയുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഡീസൽ വണ്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡീസൽ വണ്ടിക്ക് ഡീസൽ മാത്രം അടിച്ചാൽ പോരാ. ഇപ്പോൾ AdBlue അഥവാ DEF, അതായത് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഒഴിക്കണം. അതായത് 10,000 കിലോമീറ്ററോളം നമ്മൾ ഡീസൽ അടിച്ച് കൊടുക്കുമ്പോൾ ഒരു ഫുൾ ടാങ്ക് അടിക്കണം എന്നുള്ളതാണ് ഓണേഴ്സ് മാനുവൽ പറയും, വ്യക്തമായിട്ട് പറയും. എന്നായാലും ഒരു 1000-1500 രൂപ ചിലവ് വരും. പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വെരി കോസ്റ്റ്ലി ടു റീപ്ലേസ്. അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഡ് വാറണ്ടി എന്തായാലും എടുക്കണം. ഡീസൽ വണ്ടി എടുക്കുമ്പോൾ പെട്രോൾ വണ്ടി എടുത്താൽ മതി, ഓട്ടം കുറവാണെന്ന് ഇപ്പോൾ ശരിക്കും പറയാം. കാരണം ഓട്ടമില്ലെങ്കിൽ ഡീസൽ എടുക്കുന്നത് ചിലവ് കൂട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ 7Xോടെ സസ്പെൻഷൻ കൊള്ളാം, ഇതിൻ്റെ എഞ്ചിൻ റെസ്പോൺസ് കൊള്ളാം, ഇതിൻ്റെ ബ്രേക്സ് കൊള്ളാം, ഇതിൻ്റെ കാണാനുള്ള ആ ഒരു ലുക്കിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശരി.